ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? ദേവേന്ദ്രനാഥ ടാഗോർ. 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റ്. ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ വി നാരായണൻ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഫ്രാൻസ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഫ്രാൻസ്. അമ്പലമണി എന്ന കാവ്യ സമാഹാരം ആരുടെ കൃതിയാണ്? സുഗതകുമാരി. അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? സുഗതകുമാരി. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം? 1958. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം 1958. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെ? ഡിങ് ലിറൻ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെ? ഡിങ് ലിറൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏത്? സുണ്ടാഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം സുണ്ടാഗർത്തം. ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏത്? ലൂ. ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏത്? ലൂ. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത്? കല്ലായിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത്? കല്ലായിപ്പുഴ. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് സവിശേഷതയല്ലാത്തത്. പ്രധാന സവിശേഷതകൾ 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതകൾ: വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ഉദാരവൽക്കരണം, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം.
1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ NEP പ്രധാന സവിശേഷതകൾ: വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ഉദാരവൽക്കരണം, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് ഇനി പറയുന്നവയിലേത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ നബാർഡ്. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെയും അരിയുടെയും ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ഹരിത വിപ്ലവത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ: ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെയും അരിയുടെയും ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ചണം. താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ചണം. ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല എന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? കേശവാനന്ദ ഭാരതി വെസ് കേരളം സംസ്ഥാനം കേസ്. ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? കേശവാനന്ദ ഭാരതി വെസ് കേരള സംസ്ഥാനം. തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നങ്ങൾക്ക് പഠനവിധേയമാക്കിയത്. ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം എന്ത്? ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. താർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേയമാക്കിയത്. ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണ്? ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല. പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹിക്കുന്നതിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല. പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹിക്കുന്നതിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായ പ്രസ്താവനകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
രാഷ്ട്രപതിയെ ഉപദേശിക്കുക. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെ. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെ. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ചത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യം. സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ചത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യം. സാമൂഹ്യവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ ഡ്രിസും തങ്ങളുടെ നിരവധി കൃതികളിൽ കേരളത്തിൻ്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനപരമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം. ഇവ എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ ഡ്രിസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസനാനുഭവത്തെ കുറിച്ച് വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം. 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് മാത്രം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു ആപ്ലിക്കേഷനാണ്. തിരക്കും ഡാറ്റ കൂട്ടിയിടിക്കലും തടയാൻ സഹായിക്കുന്ന ഉപകരണം. സ്വിച്ച്. തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത് 17 ഒക്ടോബർ 2000. IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത് 17 ഒക്ടോബർ 2000. ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈ. ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡ് ലഭിച്ചത്? മുംബൈ. 2005 വിവരാവകാശ നിയമം RTI പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? മന്ത്രിസഭാ യോഗങ്ങളിൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ.
2005 വിവരാവകാശ നിയമം RTI പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവന ഏത്? വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനയാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിൻ്റെ പോക്സോ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. ഏതാണ്? ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സമീപകാല സംഭവവികാസങ്ങൾ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകൾ ശരിയായത്: വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികൾ തിരഞ്ഞെടുത്തു. 3516 കോടി രൂപയുടെ നിക്ഷേപം. വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികൾ തിരഞ്ഞെടുത്തു. 3516 കോടി രൂപയുടെ നിക്ഷേപം. ശിശു വിദ്യാഭ്യാസത്തിൻ്റെ കുടുംബത്തിൻ്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ട്? കുടുംബത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറികളിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിൻ്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ട്? കുടുംബത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ചുവടെ പറയുന്നതിൽ ഏതാണ്? പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുത്തുന്നതാണ് പാഠ്യപദ്ധതി. പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ചുവടെ പറയുന്നതിൽ എന്താകണം? പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുത്തുന്നതാണ് പാഠ്യപദ്ധതി. 19 20 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. 19 20 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക.
വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടെടുക്കുന്നു? വിദ്യാഭ്യാസം തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കാൻ തയ്യാറാക്കുന്നു. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു. വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്നവർ ഏതാണ്? വിദ്യാഭ്യാസം തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കാൻ തയ്യാറാക്കുന്നു. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു. ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടിസോറിയുടെയും പിയാഷയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മോണ്ടിസോറി ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പിയാഷെ വൈജ്ഞാനിക വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടിസോറിയുടെയും പിയാഷയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മോണ്ടിസോറി ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പിയാഷെ വൈജ്ഞാനിക വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകർക്കുണ്ടാകേണ്ട അനിവാര്യമായ കഴിവ്. നിരീക്ഷണ പാടവം. താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകർക്കുണ്ടാകേണ്ട അനിവാര്യമായ കഴിവ് നിരീക്ഷണ വൈദഗ്ധ്യം. പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരികമായ കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ട്? കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തുവാൻ. പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരികമായ കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ട്? കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തുവാൻ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിന് നിർണായകമായ ഘടകങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച അധ്യാപകർ, കുട്ടികൾക്ക് സുരക്ഷിതവും പ്രചോദനാത്മകവുമായ അന്തരീക്ഷം, പ്രായത്തിന് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലഭ്യത. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിന് നിർണായകമായ ഘടകങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച അധ്യാപകർ, കുട്ടികളുടെ സുരക്ഷിതവും പ്രചോദനാത്മകവുമായ അന്തരീക്ഷം, പ്രായത്തിന് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലഭ്യത. ICDS അങ്കണവാടികൾ പോലുള്ള സർക്കാർ ഏജൻസികൾ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം ഇവയിലൂടെ കുട്ടികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നു. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം വാദത്തിൻ്റെ ശരിയായ വിശദീകരണവുമാണ്. ശിശുവിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തി നടപ്പാക്കാം? കുട്ടികളുടെ സാംസ്കാരിക തനിമകളെ പ്രതിഫലിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുക.